ഹായ്, ഒരു വളരെ സങ്കടകരമായ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇടുന്നത്. പെട്ടെന്ന് ഞാൻ ഇടുന്ന വീഡിയോ ആണ് ഇത്. ഞാൻ പ്രത്യേകിച്ച് എഡിറ്റിങ്ങോ ഒന്നും ചെയ്യാതെ തന്നെ ഞാൻ ഇതുപോലെ തന്നെ അങ്ങോട്ട് ഇടുവാണ്. അപ്പം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയ കാര്യമായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇടാൻ തന്നെ കാരണം. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണുക. മറ്റൊന്നുമല്ല, ഞാൻ പുത്തനമ്പലം മുഹമ്മ റൂട്ടിൽ 2 വീലറിൽ വരുമായിരുന്നു. അപ്പോഴേക്ക് ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരു സ്കൂൾ വാൻ പെട്ടെന്ന് നിർത്തിയിട്ട് അതിൽ നിന്നൊരു ചേട്ടനെടുത്ത് ഓടണമുണ്ട്. അപ്പം നോക്കുമ്പോൾ 2 പട്ടിക്കുഞ്ഞുങ്ങൾ റോഡിൽ കിടന്നിട്ട് ആ കുഞ്ഞുങ്ങളെ എടുത്ത് മാറ്റാൻ, പാലുകൂടി മാറാത്ത പൊടിക്കുഞ്ഞുങ്ങളാണ്. നമുക്ക് സങ്കടം വരും കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാനും പെട്ടെന്ന് ആ ചേട്ടന് വണ്ടി എടുത്ത് പോകണം, അടുത്ത വണ്ടികൾ വന്നു അവിടെ ബ്ലോക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ ചേട്ടൻ പിന്നെ പെട്ടെന്ന് വണ്ടി എടുത്ത് പോയപ്പോൾ പെട്ടെന്ന് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ കാറ് വരണമുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തി, ഞാൻ ഒതുക്കിയിട്ട് ഞാൻ ഓടിച്ചെന്ന് ആ പട്ടിക്കുഞ്ഞുങ്ങളെ എടുത്ത് മാറ്റാൻ നോക്കുമ്പോഴത്തേക്കും വേറൊരു കുട്ടി വന്നിട്ട് പറഞ്ഞു, ചേച്ചി അവിടെയും കിടപ്പുണ്ടോ. അങ്ങനെ വന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ 4 കുഞ്ഞുങ്ങൾ. അപ്പോഴാണ് അടുത്തുള്ള വീട്ടുകാരോട് തിരക്കിയപ്പോഴാണ് അറിയുന്നത് 7 പട്ടിക്കുഞ്ഞുങ്ങളെ ഒരു ചാക്കിനകത്താക്കി കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നു. ഇപ്പം ഞാൻ അതിന് പാലും ബിസ്ക്കറ്റൊക്കെ കൊടുത്തു. അതുങ്ങൾ മാർത്തി പിടിച്ചാണ് കഴിക്കുന്നത്. നമുക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല. എത്രയാണേലും ഇത്രയും ദ്രോഹത്തരം ചെയ്യണം ആരാണ്? എന്ത് ദുഷ്ടത്തരാണ് കാണിക്കുന്നത്? 7 പട്ടിക്കുഞ്ഞുങ്ങളെന്ന്, അതും നല്ല തക്കിടുമുണ്ട്, കാണാൻ നല്ല ഭംഗിയുള്ള പട്ടിക്കുഞ്ഞുങ്ങൾ. ശരിക്കും ഇതുങ്ങളെയൊക്കെ ഉപേക്ഷിക്കുന്ന നേരത്ത് ആരെങ്കിലും വിളിച്ചിട്ട് വേണമെന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുകയല്ലേ വേണ്ടത്. ഇങ്ങനെ കൊണ്ട് ഈ പാല് കൂടി മാറാത്ത ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് അമ്മയിൽ നിന്ന് അടത്തി മാറ്റി കൊണ്ടുവന്ന് ഇതുപോലെ ആരുമില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോകുമ്പം അതുങ്ങൾ പാല് കുടിക്കുന്നില്ല, അതുങ്ങൾ ഇങ്ങനെ വണ്ടിക്കടി പോകും, അങ്ങനെ പലതും സംഭവിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പം ആ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അതിൻ്റെ ദോഷം എന്ത് വലുതാണെന്നറിയാമോ? അത് അത്ര വിഷമത്തോടു കൂടിയാണ് പറയുന്നത്. ഞാൻ നിങ്ങളെ വീഡിയോ കാണിച്ചു തരാവേ, നിങ്ങളെ ആ പട്ടിക്കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം. ഇപ്പം 4 എണ്ണം ഉണ്ട്. ഞാൻ വയറ് നിറച്ച് പാലൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതുങ്ങളെ കുടിയും കഴിഞ്ഞിട്ട് ഇത് കിടന്നുറങ്ങുവാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടേ, നല്ല തക്കിടി മുണ്ടൻ പട്ടിക്കുഞ്ഞുങ്ങളാണ്. കണ്ടോ, കിടന്നുറങ്ങണ സ്റ്റൈല് നോക്ക്. ഇത് കണ്ടോ, ഇപ്പം 4 എണ്ണേ ഉള്ളൂ. ബാക്കി 3 എണ്ണത്തിന് ആരോ കൊണ്ടുപോയെന്നാണ് പറഞ്ഞത്. കണ്ടോ, 4 എണ്ണം ഈ റോഡിലല്ല കിടന്നത് ഇതിൽ ആ റോഡ് കണ്ടോ, ആ റോഡിലാണ് കിടന്നത്. വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന റോഡിലാണ് കിടക്കുന്നത്. അവിടുന്ന് ഞാനിപ്പോൾ ഇങ്ങോട്ടുള്ള ഇടറൂട്ടിലുള്ള റോഡിലേക്ക് ഞാനിപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. മനസ്സിലായോ? ആ റോഡിലാണ് കിടന്നത്. കണ്ടോ, വണ്ടി എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന റോഡാണ്. ആ റോഡിൽ കിടക്കുമ്പോഴാണ് ഞാൻ അവിടുന്ന് എടുത്തുകൊണ്ട് വന്ന് ഈ പോക്കറ്റ് റോഡിലേക്ക് കയറ്റി കൊണ്ടുവന്ന് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുവാണ്. ആരോ കൊണ്ടുവന്ന് അതിന് ചോറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുങ്ങൾ ചോറ് കഴിക്കാനൊന്നും പ്രായമായിട്ടില്ല. ഇതുങ്ങൾ പാല് കുടിക്കേണ്ട പ്രായമാണ്. ഞാൻ പാലും ബിസ്ക്കറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിപ്പോൾ കൊടുത്തു. അത് പകുതിയോളം കുടിച്ചു കേട്ടോ. ഇത് കഷ്ടമാണെന്നോർത്തോളം. ഇതുങ്ങൾ അയ്യോ കണ്ട, അതുങ്ങൾക്ക് അറിയത്തില്ല, ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളെ. എന്ത് കഷ്ടമാണെന്നോർത്തോളണം. ആരെ ഇത്രയും ദുഷ്ടത്തരമൊക്കെ ചെയ്യണേ? ഇനിയെങ്കിലും ഈ വീഡിയോ കാണുന്നവരെങ്കിലും ഒന്ന് മനസ്സിലാക്കുക, ഇതുപോലെയുള്ള ദുഷ്ടത്തരം ആരും ചെയ്യരുത്. നിങ്ങളുടെ വീട്ടിൽ പട്ടിക്കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ പട്ടിക്കുഞ്ഞുങ്ങളെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും, അവർക്ക് കൊടുക്കുക. എന്ത് നല്ല കുഞ്ഞുങ്ങളെ, ഇതുങ്ങളെയൊക്കെ എങ്ങനെ ഇങ്ങനെ ഉപേക്ഷിക്കാൻ തോന്നുന്നു? എനിക്കാണെങ്കിൽ വീട്ടിൽ സൗകര്യം കുറവാണ്. എന്നിട്ട് 3 എണ്ണത്തിനെ ഞാൻ വളർത്തുന്നുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ഇതിനെ കൊണ്ടുപോയാൽ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ടും ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് തന്നെ ഏകദേശം ഒരു 1.5-2 മണിക്കൂറായിട്ട് ഞാൻ ഈ പട്ടിക്കുഞ്ഞുങ്ങളുടെ അടുത്ത് തന്നെ നിൽക്കുവാണ്. എനിക്ക് വീട്ടിലേക്ക് പോകാൻ പോലും തോന്നുന്നില്ല. അത്രയും മാനസികമായി ഞാൻ തകർന്നാണ് നിൽക്കുന്നത്. ആർക്കെങ്കിലും പട്ടിക്കുഞ്ഞുങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് എത്രയും പെട്ടെന്ന് എടുക്കണം കേട്ടോ. ഇവിടെ ഈ മുഹമ്മ, ആലപ്പുഴ ആ ഭാഗത്തുള്ളവരാണെങ്കിൽ നിങ്ങളൊന്ന് വന്ന് എടുക്കണം കേട്ടോ. ഈ ഒരു അവസ്ഥ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമാവണില്ല? എനിക്ക് ഒത്തിരി അങ്ങ് സങ്കടമായി പോവുകയാണ്. 4 കുഞ്ഞുങ്ങളുണ്ട്. 7 എണ്ണം ഉണ്ടായിരുന്നു. 3 എണ്ണത്തിനെ ആരോ കൊണ്ടുപോയി എന്ന് പറയുന്നു. എന്തായാലും ഇത് വലിയ ദുഷ്ടത്തരമാണ്. ആര് കാണിച്ചാലും അത് വലിയ ദുഷ്ടത്തരമാണ്. ഒട്ടും സഹിക്കാൻ പറ്റണില്ല. ലൂർദ് സ്കൂളിൻ്റെ സൈഡിൽ കൂടെ ഉള്ള റോഡ് പുത്തനമ്പലത്തിലേക്ക് വരുമ്പോഴേക്കും ഒരു ക്ലബ്ബുണ്ട്. ഫ്രണ്ട്സ് എന്നും പറഞ്ഞ് ഒരു ക്ലബ്ബുണ്ട്. ആ ക്ലബ്ബ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ലെഫ്റ്റിലേക്കുള്ള റോഡിലേക്ക് കയറുമ്പോഴാണ് ഈ പട്ടിക്കുഞ്ഞുങ്ങളെ കാണാം. അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് എടുക്കണം കേട്ടോ. അപ്പം ഓക്കെ, എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല. എന്ന് വെച്ചാൽ മാനസികമായിട്ട് തകർന്നാണ് ഞാൻ നിൽക്കുന്നത്. കുഞ്ഞുങ്ങളെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സങ്കടം തോന്നുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒത്തിരി തകർന്നാണ് നിൽക്കുന്നത്. എനിക്കിതുകൊണ്ട് ഇനി കൂടുതലൊന്നും പറയാനില്ല. ബൈ.